നമസ്കാരം. BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്, പവർഡ് ബൈ ഹീ ലൈഫ് തോട്ടക്കാട്ടുകര, ജോഷ്മാൾ മൂക്കന്നൂർ, ക്ലീൻസർ, BMC ഫിലിം പ്രൊഡക്ഷൻ ആൻഡ് നസ്രത്ത് വില്ലാസ്. സ്കൂൾ തുറക്കാൻ ദിവസങ്ങൾ മാത്രം. പാലക്കാട് DEO ഓഫീസിലെ ഫ്യൂസൂരി KSAB. DEO ഓഫീസിലെ ഫ്യൂസൂരി KSAB. സ്കൂൾ തുറക്കുവാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെയാണ് പാലക്കാട് DEO ഓഫീസിലെ വൈദ്യുതി വിച്ഛേദിച്ചത്. കുടിശ്ശികയായി 24,016 രൂപയാണ് വിദ്യാഭ്യാസ വകുപ്പ് കെട്ടാനുള്ളത്. കണക്ഷൻ പുനഃസ്ഥാപിക്കുവാൻ അഭ്യർത്ഥിച്ച് KSABക്ക് കത്തെഴുതി കാത്തിരിക്കുകയാണ് DEO ഓഫീസിലെ ഉദ്യോഗസ്ഥർ. ഇത് രണ്ടാം തവണയാണ് പാലക്കാട് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിന്റെ വൈദ്യുതി KSAB വിച്ഛേദിക്കുന്നത്. സ്വാമി വിവേകാനന്ദൻ ധ്യാനമിരുന്ന അതേയിടത്ത് മോദി. 45 മണിക്കൂർ നീളുന്ന ധ്യാനം നാളെ അവസാനിക്കും. കന്യാകുമാരിയിലെ വിവേകാനന്ദ സ്മാരകത്തിൽ ധ്യാനത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 45 മണിക്കൂർ നീളുന്ന ധ്യാനം ഇന്നലെ രാത്രി 7:30 ആരംഭിച്ചു. ജൂൺ 1 വരെ ധ്യാനത്തിലിരിക്കും. ധ്യാനമണ്ഡപത്തിൽ നിലത്താണ് അദ്ദേഹം വിശ്രമിച്ചത്. പ്രധാനമന്ത്രിക്കായി പ്രത്യേക മുറി ഒരുക്കിയിരുന്നുവെങ്കിലും ഉപയോഗിച്ചില്ല. സ്വാമി വിവേകാനന്ദൻ ധ്യാനമിരുന്ന അതേയിടത്താണ് മോദിയും ധ്യാനമിരിക്കുന്നത്. തുടർച്ചയായ ധ്യാനത്തിലല്ല പ്രധാനമന്ത്രി. പകരം ഇന്ന് പുലർച്ചെ സൂര്യോദയം കാണുവാൻ അദ്ദേഹം പുറത്തിറങ്ങിയിരുന്നു. ഇന്നലെ വിവേകാനന്ദ പാറയിലെത്തിയ പ്രധാനമന്ത്രി തിരുവള്ളൂർ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തുകയും ചെയ്തിരുന്നു. നാളെ ഉച്ചയോടെ ധ്യാനം അവസാനിപ്പിച്ച് അദ്ദേഹം ഡൽഹിയിലേക്ക് മടങ്ങും. മഹാത്മാഗാന്ധിയെ അപമാനിച്ച മോദി മാപ്പു പറയണം. റഹീം. മഹാത്മാഗാന്ധിയെ അപമാനിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാപ്പു പറയണമെന്ന് റഹീം. ഗാന്ധി വധത്തെ തുടർന്നാണ് RSSനെ ലോകം അറിഞ്ഞതെന്നാണ് മോദി പറയേണ്ടിയിരുന്നത്. ചരിത്രത്തിലെ ഏറ്റവും വലിയ ഗാന്ധി നിന്ദയാണ് മോദി നടത്തിയിരിക്കുന്നത് എന്നും റഹീം വ്യക്തമാക്കി. വാക്സിൻ എടുത്തില്ല, പേവിഷബാധയേറ്റ കുട്ടി മരിച്ചതിൽ ആശുപത്രിക്കെതിരെ കുടുംബം. പേവിഷബാധയേറ്റ് 8 വയസ്സുകാരൻ മരിച്ചതിൽ ഹരിപ്പാട് താലൂക്ക് ആശുപത്രിക്കെതിരെ പരാതിയുമായി ബന്ധുക്കൾ. കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ വേണ്ട രീതിയിൽ പരിശോധിച്ചില്ലെന്നും വാക്സിൻ എടുക്കുവാൻ നിർദ്ദേശിച്ചില്ലെന്നും ബന്ധുക്കൾ പറയുന്നു. 1 മാസം മുൻപാണ് ആക്രമിക്കാൻ വന്ന നായയിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ കുട്ടി നായയ്ക്കൊപ്പം ഓടയിൽ വീണത്. എന്നാൽ വീണു പരിക്കേറ്റതിന് മാത്രം ചികിത്സ നൽകി ആശുപത്രിയിൽ നിന്നും മടക്കി അയക്കുകയായിരുന്നു എന്നാണ് കുട്ടിയുടെ ബന്ധുക്കൾ പറയുന്നത്. സംസ്ഥാനത്ത് ഇന്ന് സർക്കാർ ജീവനക്കാരുടെ കൂട്ടവിരമിക്കൽ. 16,000-ഓളം പേർ സർവീസിൽ നിന്നും പടിയിറങ്ങും. കൂടുതൽ പേർ വിരമിക്കുന്ന സാഹചര്യത്തിൽ ഇവർക്കുള്ള ആനുകൂല്യങ്ങൾ നൽകുവാൻ 9,000 കോടിയോളം രൂപയാണ് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടെ സർക്കാർ കണ്ടെത്തേണ്ടത്. പ്രതിസന്ധിയിലൂടെ മുന്നോട്ടു പോകുന്നതിനിടയിൽ പെൻഷൻ പ്രായം കൂട്ടുമെന്ന ചർച്ചകൾ സജീവമായിരുന്നു. എന്നാൽ യുവജനങ്ങളുടെ എതിർപ്പ് മുൻകൂട്ടി കണ്ടാണ് സർക്കാർ ആ തീരുമാനത്തിൽ നിന്നും പിന്നോട്ടു പോയത്. പിന്നാക്കം പോയതിന്റെ പേരിൽ സർക്കാർ കണ്ടെത്തേണ്ടത് 9,000 കോടി രൂപയാണ്. വിവിധ വകുപ്പുകളിൽ നിന്നായി ഇന്ന് പിരിയുന്നത് 16,000-ഓളം പേരാണ്. ആനുകൂല്യങ്ങൾ നൽകുവാൻ 9,000 കോടി കണ്ടെത്തേണ്ടത് സർക്കാരിന് മുന്നിലെ പ്രധാന വെല്ലുവിളിയാണ്. JS സിദ്ധാർത്ഥന്റെ മരണം 19 പ്രതികൾക്ക് ഉപാധികളോടെ ജാമ്യം. പൂക്കോട് JS സിദ്ധാർത്ഥന്റെ മരണത്തിൽ 19 പ്രതികൾക്ക് ഉപാധികളോടെ ജാമ്യം അനുവദിച്ച് ഹൈക്കോടതി. സിദ്ധാർത്ഥന്റെ മാതാവ് ഷീബ ജാമ്യാപേക്ഷയെ എതിർത്തിരുന്നു. റാഗിംഗ്, ആത്മഹത്യാ പ്രേരണ, മർദ്ദനം, ഗൂഢാലോചന കുറ്റങ്ങളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. CBI പ്രതികളുടെ ജാമ്യത്തെ എതിർത്തിരുന്നു. ഇതോടെ കേസിലുണ്ടായിരുന്ന 20 പ്രതികളും ജാമ്യത്തിലാണ്. നേരത്തെ ഒരു പ്രതിക്ക് CBI കോടതി ജാമ്യം നൽകിയിരുന്നു. കർശന ഉപാധികളോടെയാണ് ഹൈക്കോടതി 19 പ്രതികൾക്കും ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. വിചാരണ കഴിയും വരെ വയനാട് ജില്ലയിൽ പ്രതികളാരും കടക്കരുത്. കേസ് കഴിയും വരെ സംസ്ഥാനം വിട്ടു പോകരുത്. തെളിവ് നശിപ്പിക്കരുത്. സാക്ഷികളെ സ്വാധീനിക്കരുത് തുടങ്ങിയവയാണ് ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്ന ഉപാധികൾ.
കേരളത്തിൽ നടക്കാൻ സാധ്യതയില്ലാത്തത് DK ശിവകുമാറിന്റെ മൃഗബലി ആരോപണം തള്ളി ദേവസ്വം മന്ത്രി. കർണാടകയിലെ കോൺഗ്രസ് സർക്കാരിനെ താഴെയിറക്കുവാൻ കേരളത്തിലെ ക്ഷേത്രത്തിന് സമീപം മൃഗബലി നടത്തിയെന്ന ഉപമുഖ്യമന്ത്രി DK ശിവകുമാറിന്റെ ആരോപണം തള്ളി ദേവസ്വം മന്ത്രി K രാധാകൃഷ്ണൻ. കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ ഉന്നയിച്ച ആരോപണം നടക്കാൻ സാധ്യതയില്ലാത്തതാണ് എന്നാണ് ദേവസ്വം മന്ത്രി K രാധാകൃഷ്ണൻ അറിയിച്ചത്. വെഞ്ഞാറമൂട്ടിൽ അമ്മയെ പൂട്ടിയിട്ട് മകൻ വീട് കത്തിച്ചു. തിരുവനന്തപുരം വെഞ്ഞാറമൂട് പേരേറ്റുമുകളിലാണ് സംഭവം. മദ്യലഹരിയിലായിരുന്നു ആക്രമണം. വെഞ്ഞാറമൂട് സ്വദേശി ബിനു ആണ് ആക്രമിച്ചത്. നാട്ടുകാർ ഇടപെട്ടതോടെ ദുരന്തം ഒഴിവായി. രാവിലെ 10 മണിയോടെയാണ് ബിനു വീടിന് തീയിട്ടത്. മുറിക്കുള്ളിൽ അമ്മയുണ്ടായിരുന്ന സമയത്താണ് തീയിട്ടത്. തീ ആളിപ്പടർന്നപ്പോൾ അമ്മ പിൻവാതിൽ വഴി ഓടി രക്ഷപ്പെട്ടു. തീ ആളിപ്പടർന്നത് കണ്ട നാട്ടുകാരെത്തി തീയണച്ചതിനാൽ വലിയ ദുരന്തം ഒഴിവായി. പ്രതി മനോരോഗിയാണെന്ന് സംശയം. പരിക്കേറ്റ അമ്മയെ ആശുപത്രിയിലേക്ക് മാറ്റി. രണ്ട് നരേന്ദ്രന്മാർ, മോദിയെയും സ്വാമി വിവേകാനന്ദനെയും താരതമ്യം ചെയ്ത് O രാജഗോപാൽ. കന്യാകുമാരി വിവേകാനന്ദ പാറയിൽ ധ്യാനമിരിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വാമി വിവേകാനന്ദനുമായി താരതമ്യം ചെയ്ത് BJP നേതാവ് O രാജഗോപാൽ. അന്നൊരു നരേന്ദ്രൻ അഗാധമായ ഒരു ധ്യാനത്തിന് ശേഷം സടകുടഞ്ഞെഴുന്നേറ്റത് ഇവിടെ നിന്നാണ്. പിന്നെ കണ്ടതൊക്കെ ചരിത്രമാണെന്നും രാജഗോപാൽ ഫേസ്ബുക്കിൽ കുറിച്ചു. അബ്ദുൾ റഹീമിന്റെ മോചനം ദിയാധനം കൈമാറി. നടപടികൾ അന്തിമഘട്ടത്തിലേക്ക്. ദിയാധനം കൈമാറിയതോടെ സൌദി ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന്റെ മോചനത്തിനായുള്ള നടപടികൾ അന്തിമഘട്ടത്തിലേക്ക്. ദിയാധനമായ 15 മില്യൺ റിയാലിന്റെ സർട്ടിഫൈഡ് ചെക്കാണ് കൈമാറിയത്. റിയാദ് ക്രിമിനൽ കോടതി ജഡ്ജിയുടെ പേരിൽ റിയാദ് ഇന്ത്യൻ എംബസിയാണ് ചെക്ക് ഇഷ്യൂ ചെയ്തത്. റഹീം നിയമസഹായ സമിതിയാണ് ഇക്കാര്യം അറിയിച്ചത്. ജഡ്ജിയുടെ പേരിൽ ചെക്ക് ഇഷ്യൂ ചെയ്തതിനാൽ മരിച്ച ബാലന്റെ അനന്തരാവകാശം സംബന്ധിച്ച് അഭിപ്രായ ഭിന്നതകൾ പിന്നീട് ഉയർന്നാലും അത് റഹീം സഹായ സമിതിക്ക് ബാധ്യതയാവില്ല എന്നാണ് വിലയിരുത്തൽ. നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ചെയ്തതെന്നും നിയമ സഹായ സമിതി അറിയിച്ചു. വടകരയിലെ കാഫിർ സ്ക്രീൻഷോട്ട് കേസ്. PK ഖാസിം നൽകിയ ഹർജിയിൽ പോലീസിന് ഹൈക്കോടതിയുടെ നോട്ടീസ്. വടകരയിലെ ഇടത് സ്ഥാനാർത്ഥിക്കെതിരായ കാഫിർ പ്രയോഗമുള്ള സ്ക്രീൻഷോട്ട് കേസിൽ PK ഖാസിം നൽകിയ ഹർജിയിൽ പോലീസിന് ഹൈക്കോടതിയുടെ നോട്ടീസ്. പോലീസ് സ്വീകരിച്ച നടപടികൾ അറിയിക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു. 2 ആഴ്ചയ്ക്കകം അറിയിക്കുവാൻ കോഴിക്കോട് റൂറൽ SP നിർദ്ദേശം നൽകി. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.